ഹായ് സുഹൃത്തുക്കളെ, നാക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു സാമ്പിൾ റെസ്യൂമേ ആണ്, അതിൻ്റെ ഒരു ഫോമാറ്റാണ് നോക്കാൻ പോകുന്നത്. ഇതൊരു അവയർനെസ് ആയിട്ട് മാത്രം എടുക്കുക. എന്തൊക്കെ കണ്ടൻറ്റുകളാണ് നമ്മുടെ റെസ്യൂമേയിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ ഇതിലെ ടെംപ്ലേറ്റ് ഫോമാറ്റോ അല്ലെങ്കിൽ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട മറ്റു കാര്യങ്ങൾ നമ്മൾ ജോലി അപ്ലൈ ചെയ്യുന്ന സ്ഥലം, സ്ഥാപനം, ജോലിയുടെ നേച്ചർ, അതൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറും. അപ്പോൾ അതിനനുസരിച്ച് മാറ്റിയെടുക്കണം. പിന്നെ അതേപോലെ ഇതൊരു ടെമ്പററി ഫോമാറ്റ് എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. അതേപോലെ ഇതിനകത്ത് ചിലപ്പം ഇനിയും ആഡ് ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളൊക്കെ വരും. അത് നമ്മൾ വരുന്ന ഇതിനനുസരിച്ച് ആഡ് ചെയ്ത് ചേർത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് റെസ്യൂമേയിലേക്ക് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് നെയിമാണ്. നെയിം നമ്മളൊരു ഇതിലിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്, ഈ ഒരു ടെംപ്ലേറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഏരിയൽ എന്ന് പറയുന്ന ഫോണ്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഏരിയൽ ഫോണ്ടിനകത്ത് നമ്മളൊരു 12 to 14, അതായത് 12 സൈസാണ് ഉദ്ദേശിച്ചത്. ഏരിയൽ ഫോണ്ടിൽ തന്നെ സൈസ് 12 കൊടുക്കുക. ഓക്കെ, 12 കൊടുത്ത് ഒന്നെങ്കിൽ 12 ബോൾഡ് ആക്കാം, അതല്ലെങ്കിൽ 13 ബോൾഡ് ആക്കാം, അല്ലെങ്കിൽ 14 ബോൾഡ് ആക്കാം. അപ്പം നമുക്ക് അത് ബോൾഡ് ആക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു സൈസ് റെസ്യൂമേക്ക് ഇണങ്ങുന്നതാണോ. ആണെങ്കിൽ അതിനനുസരിച്ച് ചൂസ് ചെയ്യാം. ഓക്കെ, അതാണ് പേരിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കൊടുത്തിരിക്കുന്നത്, അതിന് തൊട്ട് താഴെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നത്, നമ്മൾ അഡ്രസ്സ് ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അഡ്രസ്സ് കൊടുക്കേണ്ടുന്ന റെസ്യൂമുകളിൽ അഡ്രസ്സ് കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അല്ലാതുള്ള റെസ്യൂമേസിൽ വേണമെങ്കിൽ പ്ലേസ് ആഡ് ചെയ്യാം. നമുക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള പ്ലേസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡി ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിരുന്നു, നമ്മൾ മെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ മാക്സിമം ലെറ്റേഴ്സ് തന്നെ കൊടുക്കുക, നമ്പേഴ്സ് ഒഴിവാക്കിയിട്ടുള്ളത് കൊടുക്കുക. ഇനി ഒഴിവാക്കിയാത്തത്, അങ്ങനെയാണ് പൊതുവേ ഉള്ളൊരു ടോക്ക്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്, കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇനി നമ്പർ കൊടുത്തെന്നും പറഞ്ഞ് എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല. ഈ മെയിൽ ഐ ഡിയിൽ മെയിൽ അയക്കുമ്പോൾ അത് നമുക്ക് നോക്കാൻ പറ്റണം. അല്ലാതെ നമ്മൾ പണ്ടങ്ങാണ്ട് ക്രിയേറ്റ് ചെയ്തൊരു മെയിൽ ഐ ഡി എടുത്ത് ഇതിന് കൊടുക്കുന്നു, അതിൻ്റെ യൂസർ നെയിം പാസ്വേഡൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഇവർ അയക്കുന്ന മെയിലുകളോ എന്തെങ്കിലും ഓഫർ ലെറ്ററോ അല്ലെങ്കിൽ അവർ നമ്മളെ മെയിൽ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മിസ്സായി പോകും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ നമ്മൾ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി തന്നെ ഈ റെസ്യൂമേയിൽ വെക്കുക. അതിൻ്റെ യൂസർ നെയിം പാസ്വേഡും അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഓർത്ത് വെക്കുന്ന ആ ഒരു മെയിൽ ഐ ഡി മാത്രമേ കൊടുക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ ആ സെക്ഷൻ കഴിഞ്ഞു. അടുത്തത് ഫോണാണ്. നമ്മളുടെ മൊബൈൽ ഫോൺ, നമ്മളെ വിളിച്ചാൽ കിട്ടുന്ന, നമ്മളെ മെസ്സേജ് അയച്ചാൽ കിട്ടുന്ന, ഇനി വാട്സപ്പ് ഉണ്ടെങ്കിൽ വാട്സപ്പ് കിട്ടുന്ന ആ ഒരു പ്രോപ്പർ നമ്പർ മാത്രം വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ അടുത്തത് ലിങ്ക്ഡിൻ ആണ്. ലിങ്ക്ഡിൻ അങ്ങനെ ഓപ്ഷണലാണ്, വെക്കുന്നത് കൊണ്ട് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ഓതൻറ്റിസിറ്റി, നമ്മളുടെ ഈ റെസ്യൂമേയിൽ കൊടുത്തേക്കുന്ന ഈ കാര്യങ്ങളുടെ ഒരു ഓതൻറ്റിസിറ്റി വർദ്ധിപ്പിക്കുന്ന ഇത് നല്ലതാണ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ. ഓക്കെ, അതിൻ്റെ പ്രാധാന്യമൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ ചർച്ച ചെയ്യാം. ഓക്കെ, അടുത്തത് കരിയർ ഒബ്ജക്റ്റീവ് ആണ്. ഫസ്റ്റായിട്ട് കരിയർ ഒബ്ജക്റ്റീവ് ആണ് എഴുതിയിരിക്കുന്നത്. പിന്നെ കരിയർ സമ്മറി എന്ന് ഹെഡിങ് കൊടുക്കുന്നവരുണ്ട്, കരിയർ ഒബ്ജക്റ്റീവ് എന്ന് കൊടുക്കുന്നവരുണ്ട്, പ്രൊഫഷണൽ സമ്മറി എന്ന് കൊടുത്ത് കണ്ടിട്ടുണ്ട്, പ്രൊഫൈൽ എന്ന് കൊടുത്ത് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കരിയർ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ കരിയർ സമ്മറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞ പോലെ കീവേഡ്സുകളൊക്കെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഏതെങ്കിലും ഒരു ജോബ്, നമുക്കതൊക്കെ ഇനി വരും വീഡിയോകളിൽ നോക്കാം, ജോബ് ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട് എങ്ങനെ കീവേഡ്സ് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത് നമുക്കങ്ങനെ തപ്പിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഓർക്കേണ്ടത് കീവേഡ്സ് യൂസ് ചെയ്യാൻ പറ്റണം. ഒന്നത് ശ്രദ്ധിച്ചോണം. 2, നമുക്ക് ഇവിടെ കുറേ അധികം വർക്ക് എക്സ്പീരിയൻസ് എന്നും പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു 2 വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ജോലികളിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള സ്കില്ലുകൾ, ആ സ്കില്ലുകൾ നമ്മൾ അയക്കാൻ പോകുന്ന ജോലിക്ക് ആ ജോലിയുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. ആ ഡിസ്ക്രിപ്ഷന് ആ ഡിസ്ക്രിപ്ഷനിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും അവർക്ക് എന്തൊക്കെ സ്കില്ലുള്ള അല്ലെങ്കിൽ എന്തൊക്കെ അറിയാവുന്ന ആൾക്കാരെയാണ് വേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ എഴുതി വെച്ചേക്കുന്ന ഈ വർക്ക് എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ആ സ്കില്ലുകളെ
ഈ ജോബ് ഡിസ്ക്രിപ്ഷന് മാച്ചാവുന്ന കീവേഡുകൾ, മീൻസ് ഈ ജോബ് ഡിസ്ക്രിപ്ഷനിനകത്ത് അവർ പറയുമല്ലോ എന്തൊക്കെയുള്ള ആളുകളെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് കീവേഡ് സെലക്ട് ചെയ്യാൻ പറ്റും. ആ കീവേഡ് സെലക്ട് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇവിടെ ഈ കരിയർ സമ്മറി എഴുതാൻ. അതായത് ഞാൻ ഇന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്തതിൽ നിന്ന് എനിക്ക് ഇന്ന സ്കില്ലുകൾ കിട്ടി, ആ സ്കില്ലുകൾ ഉപയോഗിച്ച് ഈ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഈ പോസ്റ്റിലെ വർക്ക് ചെയ്യാൻ എനിക്ക് കഴിയും, അല്ലെങ്കിൽ ആ കോൺഫിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് മെച്ചപ്പെട്ട രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കരിയർ ഒബ്ജക്റ്റീവ് തയ്യാറാക്കുവാനായിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് കരിയർ ഒബ്ജക്റ്റീവിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം. അപ്പോൾ അവിടെ അത്തരം സെൻറ്റൻസുകൾ ഒരു 2-3 സെൻറ്റൻസിലൊക്കെ ഒതുക്കാൻ ശ്രമിക്കുക മാക്സിമം എന്നല്ല. നമ്മൾ ആദ്യം നമ്മൾ എഴുതുമ്പോൾ ചിലപ്പോൾ ഒരു പാരഗ്രാഫൊക്കെ ആയിരിക്കും. അതിനെ വീണ്ടും എന്ത് ചെയ്യുക, ഇരുന്ന് ഒരു 2-3 എന്ന് വെച്ചാൽ ആ ആശയത്തിനെ ഒരു 3-4 സെൻറ്റൻസിലൊക്കെ ഒതുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കാരണം പെട്ടെന്ന് ഈ കരിയർ ഒബ്ജക്റ്റീവ്സ് ഒക്കെ വായിക്കുമ്പോൾ ഒത്തിരി സമയമൊന്നും നമ്മൾ ഈ റെസ്യൂമിൽ ഒരാൾ സ്പെൻഡ് ചെയ്യാൻ സാധ്യത കുറവാണ്. അപ്പോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കരിയർ ഒബ്ജക്റ്റീവ് ഒക്കെ എഴുതാനായിട്ട്. ഓക്കെ, ഇപ്പം കാരണം ഒരു റെസ്യൂമെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് അതിലേക്കായിരിക്കും കണ്ണുകൾ പോകുന്നത്. ഓക്കെ, അടുത്തത് വർക്ക് എക്സ്പീരിയൻസ് ആണ്. വർക്ക് എക്സ്പീരിയൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം കൊടുത്തേക്കുന്നത് പോസ്റ്റ് നെയിമാണ്, നമ്മുടെ ഡെസിഗ്നേഷൻ ആയിരുന്നു. നമ്മൾ ഏത് കമ്പനിയിലാണോ വർക്ക് ചെയ്തത് അവിടെ എന്തായിട്ടാണ് വർക്ക് ചെയ്തത് എന്നുള്ള ഒരു ഡെസിഗ്നേഷൻ ആ പേരാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് കൊടുക്കുക. അതിനുശേഷം കമ്പനിയുടെ പേര് കൊടുക്കുക, കമ്പനിയുടെ പ്ലേസ് കൊടുക്കുക, പിന്നെ നമ്മൾ വർക്ക് ചെയ്ത മാസം, വർഷം, കണ്ടോ, അവിടെ കയറിയ മാസവും വർഷവും. ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സാധനം. അതായത് നമ്മൾ കയറുന്ന മാസം കറക്റ്റ്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ റെസ്യൂമേയിൽ ഈ ജനുവരി 2021 ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ 2020 ജനുവരിയിലാണ് അവിടെ കയറിയത്, ഇപ്പോഴും അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ പേഴ്സണലി കീപ്പ് ചെയ്യേണ്ടത് ആ ഡേറ്റ് സഹിതം കീപ്പ് ചെയ്യുക. എന്ന് വെച്ചാൽ ജനുവരി 1-ാം തീയതി ആണെങ്കിൽ 1-ാം തീയതി തൊട്ട് കയറി എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം ഏത് ഡേറ്റിലാണ് കയറിയിട്ടുള്ളത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഡേറ്റ് തന്നെ, അല്ലെങ്കിൽ ഈ പറയുന്ന കാലയളവ് തന്നെ ആയിരിക്കണം ഇവിടെ നിന്നും നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഞാൻ ഇനി വരുന്ന ഒരു റെസ്യൂമെയിൽ ഞാനത് പറഞ്ഞു തരാം എന്തുകൊണ്ടാണ് ഞാനതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം എന്ന് പറയും. അതായത് ഒരാൾക്ക് ഒരു നല്ല സാലറി പാക്കേജിൽ ഒരു ജോലി കിട്ടി, പക്ഷേ ഇപ്പം പുള്ളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഈ ഒരു ഡേറ്റാണ്. അപ്പോൾ അത് ഡേറ്റിൽ വന്നൊരു കുഴപ്പമാണ്. അപ്പോൾ അത് ചിലപ്പം നമുക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടാൻ വരെ സാധ്യതയുള്ള രീതിയിൽ അത് അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ബുള്ളറ്റ് പോയിൻറ്റ്സ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ടെക്നിക്കൽ സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ 2 ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ട് എഴുതുമ്പോൾ ചെറിയ സെൻറ്റൻസുകൾ യൂസ് ചെയ്യുക. അതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഓർക്കേണ്ടത് ഒന്നിങ്ങനെയാണ്, എന്തൊക്കെയാണ് കീ റെസ്പോൺസിബിലിറ്റി, നമ്മളവിടെ ജോലിക്ക് ചെയ്തപ്പോൾ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളായിരുന്നു നമ്മൾ ഏറ്റെടുത്ത് ചെയ്തത്, ആ ചെയ്തതിൽ എന്ത് റിസൾട്ടാണ് നമ്മൾ ആ കമ്പനിക്കും ഉണ്ടാക്കിയിട്ടുള്ളത്, അതിൽ നിന്ന് എന്താണ് നമുക്ക് അച്ചീവ് ചെയ്തെടുത്തത്. ഓക്കെ, ഈ ഒരു 3 കാര്യങ്ങൾ പ്രധാനമായിട്ടെങ്കിലും അതിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, പിടികിട്ടിയല്ലോ. ഞാൻ ആ കമ്പനിയിൽ ഇപ്പോൾ ഇവിടെ ടെക്നിക്കൽ സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് എന്നും പറഞ്ഞൊരു പോസ്റ്റിലാണ് കയറിയത്. അവിടെ XYZ, ഞാൻ ചുമ്മാ ഒരു കമ്പനിയൊക്കെ കൊടുത്തന്നേ ഉള്ളൂ കേട്ടോ, ഇതൊരു സാമ്പിളാണ്, ഇത് ഒറിജിനലൊന്നുമില്ല. അപ്പോൾ ആ ടെക്നിക്കൽ സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റായിട്ട് ഞാൻ കയറുമ്പോൾ അവിടെ എന്തൊക്കെ ഇതാണ് ഞാൻ ഏറ്റെടുത്ത് ചെയ്തത്. ഓക്കെ, ഒന്നാം കാര്യം എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി, അത് നമുക്ക് നോട്ട് ചെയ്യാം. ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് നമ്മൾ എന്ത് റിസൾട്ടാണ് കമ്പനിക്ക് അല്ലെങ്കിൽ ആ ബിസിനസ്സിൽ ഉണ്ടാക്കിയെടുത്തത്
ഇപ്പോൾ നമ്മൾ പറയും ചിലപ്പം അപ്പോൾ ഇത്ര കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂസ് സോൾവ് ചെയ്തു, അത്ര ടെക്നിക്കൽ ഇഷ്യൂസ് സോൾവ് ചെയ്തതിൽ നിന്നും ഇത്ര കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു, അതുമൂലം ഇത്ര ബിസിനസ് വോളിയം ഇത്ര പെർസെൻറ്റേജ് വർദ്ധിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് അവിടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് അവിടെ പറയാൻ പറ്റുന്നത് നമുക്ക് എന്ത് ചെയ്തു, അങ്ങനെ ടെക്നിക്കൽ ഇഷ്യൂസ് വന്നു, അപ്പോൾ ആ ഇഷ്യൂസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റി അല്ലേ. അപ്പോൾ അവിടെ നമുക്കൊരു പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന ഒരു സ്കില്ല് കിട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ എഴുതാൻ പറ്റും. പിന്നെ നമ്മളത് കസ്റ്റമേഴ്സുമായിട്ട് സംസാരിക്കുന്നു, ഈ ഇഷ്യൂസിനെ കുറിച്ച് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, അത് റിസോൾവ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു സ്കില്ല്, കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. പിന്നെ അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ആ ടെക്നിക്കൽ നമുക്ക് ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട്, അപ്പോൾ സോഫ്റ്റ്വെയർ ആകുമ്പോൾ ആ ഇതിനകത്ത് ഇപ്പം കൊടുത്തേക്കുന്ന ഫോണ് അല്ലേ, വയാ ഫോൺ, ടെക്നിക്കൽ ഇഷ്യൂസ് വയാ ഫോൺ, ഇമെയിൽ, ചാറ്റ്, അതുപോലെ ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ്, അതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ പ്രോബ്ലംസ് ഒക്കെയാണ് അതിലൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ആ ട്രബിൾ ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയർസിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, അത് കുറച്ച് നമ്മൾ അതിൽ കുറച്ചും കൂടെ മീൻസ് നമ്മളതിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു എന്നൊക്കെ ഉള്ളത് അതിൽ നമുക്ക് പറയാൻ പറ്റും. ചുമ്മാ അങ്ങ് എഴുതി പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന 2 സെൻറ്റൻസുകൾ അത്ര വാലിഡ് അല്ല, നമ്മൾ പറഞ്ഞതുമായിട്ട് ഒത്തിരി ബന്ധമില്ല. ഇത് ജസ്റ്റ് സാമ്പിളിന് കൊടുത്തേക്കുന്നതേ ഉള്ളൂ, ചാറ്റ് GPT ക്രിയേറ്റ് ചെയ്തതെന്നായതുകൊണ്ട് അതങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ അതിനകത്ത് തന്നെ ട്രബിൾ ഷൂട്ട് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്സ് ആൻഡ് മൊബൈൽ സർവീസ് ഡിവൈസസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ അപ്പോൾ ആ സോഫ്റ്റ്വെയറും കൂടെ എടുത്ത് പറഞ്ഞുകൊണ്ട് ആ സോഫ്റ്റ്വെയറിൽ ഇങ്ങനെ നമുക്ക് ഈ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് നമുക്കെന്ത് ആ ടെക്നിക്കൽ സ്കിൽസ് നമ്മളതിൽ നിന്ന് നേടിയെടുത്തു എന്നതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, അടുത്ത ഹെൽപ്പ് ഡെസ്ക്. അപ്പോൾ അത് രണ്ടും വർക്ക് എക്സ്പീരിയൻസിൽ ആ ഒരു ഫോമാറ്റ് ഫോളോ ചെയ്യുക. ഓക്കെ, അടുത്തത് പ്രൊജക്റ്റാണ്. പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അതെഴുതാം. അതല്ല എന്തെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും എഴുതാം. അതായത് ഇപ്പോൾ ഇതിനകത്ത് ഹെൽപ്പ് ഡെസ്കിന് ഇപ്പോൾ ടെക്നിക്കൽ സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് എന്നും പറഞ്ഞ ആ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ആ മേഖലയിൽ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയെടുത്തതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിവൈസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തതായിരിക്കാം. ഒന്നെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന ആരെങ്കിലുമായിട്ട് ചേർന്നോ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആ ടീമിൽ നമ്മൾ വർക്ക് ചെയ്തു, അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി എന്നുള്ള രീതിയിൽ നമുക്ക് പ്രൊജക്റ്റിനെ ഇവിടെ മെൻഷൻ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ അത് ഓതൻറ്റിക് ആയിരിക്കണം, ചുമ്മാ കയറി ചെയ്യരുത്. എൻ്റെ ഒരു കൂട്ടുകാരൻ അങ്ങനെ ചെയ്തു, അപ്പോൾ അവൻ എന്നോട് ഇങ്ങനെ ചില ഡീറ്റെയിൽസ് പറഞ്ഞു, അപ്പോൾ ഞാനപ്പോൾ അതിൻ്റെ ഭാഗമല്ലേ എന്ന് ചിന്തിച്ച് കളയരുത്. നമ്മുടെ എന്തെങ്കിലും ഒരു ഇൻപുട്ട് ആ പ്രൊജക്റ്റിനകത്ത് ഉണ്ടായിരിക്കണം. ചിലപ്പോൾ എന്തെങ്കിലും സജഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവനെ സപ്പോർട്ട് ആ വർക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിലേ നമ്മൾ ഇതിനകത്ത് പ്രൊജക്റ്റായിട്ട് ആഡ് ചെയ്ത് വെക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ എന്നിട്ട് ആ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക, വരിച്ച് വാരി കൊടുക്കാതെ ഇരിക്കുക. ഓക്കെ, പിന്നെ വ്യൂ ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രൊജക്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ റിസൾട്ട് എവിടെയെങ്കിലും കാണുമല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡിജിറ്റലി വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ എന്തെങ്കിലും വെബ്സൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓൺലൈൻ സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഇപ്പോൾ IT ഫോമിലൊക്കെ ഗിറ്റ്ഹബിലൊക്കെ നമ്മളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇവിടെ വ്യൂ ക്രെഡൻഷ്യൽസ് എന്നുള്ള അവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തത് സർട്ടിഫിക്കേഷൻസ് ആണ്. സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ കരിയറുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ജോലിക്ക് ആപ്റ്റായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ IT ടെക്നീഷ്യൻ ആയതുകൊണ്ട് തന്നെ ഒരു റോബോട്ടിക്സിൻ്റെയൊക്കെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ, അപ്പോൾ ആ ട്രെയിനറായിട്ട് നമ്മൾ
ആ കോഴ്സ് ചെയ്തു, അതിൽ നിന്ന് നമുക്ക് ട്രെയിനർ എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് ആ സർട്ടിഫിക്കറ്റ് നമുക്ക് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നേരെ ആ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പേജിലേക്ക്, ഇപ്പം എന്താണ്, അങ്ങനെ സർട്ടിഫിക്കറ്റ് തരുന്ന സ്ഥാപനങ്ങൾ അവരുടെ തന്നെ ഇതിൽ പോർട്ട്ഫോളിയോയിൽ അത് ഇടാറുണ്ട്, സർട്ടിഫിക്കറ്റ്സ് എന്നുള്ളത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് കുറച്ചും കൂടെ ഒതൻറ്റിസിറ്റി കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാതെ വെക്കാതെ ആ ലിങ്ക് കൂടെ വെക്കുമ്പോൾ ഇല്ലെങ്കിൽ ക്ലിക്ക് ചെയ്താൽ ആ സർട്ടിഫിക്കറ്റ് കാണാൻ പറ്റും. ഓക്കെ, അതായത് ഈ ആരാണോ സർട്ടിഫിക്കറ്റ് തന്നെ ആ സ്ഥാപനത്തിൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേജിലേക്കായിരിക്കും പോകുന്നത്. ആ ലിങ്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ സ്ഥാപനം ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നുള്ളത് കുറച്ചും കൂടെ എന്തായി, ഒരു ഉറപ്പായി, കാണുന്നവർക്ക് അത് മനസ്സിലാവും. ഓക്കെ, അടുത്തത് എഡ്യൂക്കേഷനാണ് എഴുതിയിരിക്കുന്നത്. എഡ്യൂക്കേഷൻ ഇതിനകത്ത് തന്നെ ഈ ഓർഡറിനകത്തൊക്കെ വ്യത്യാസം വരുന്ന ഫോർമാറ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് മാറ്റണമെന്നേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ ഇതൊരു പെർമനൻറ്റ് ഓർഡറാണ് എന്ന് കരുതരുത്. ആദ്യം കരിയർ ഒബ്ജക്റ്റ് എഴുതി, പിന്നെ വർക്ക് എക്സ്പീരിയൻസ് എഴുതി, പ്രൊജക്റ്റ് എഴുതി, സർട്ടിഫിക്കേഷൻ എഴുതി, അതിനുശേഷം എഡ്യൂക്കേഷൻ എഴുതി, സ്കിൽ എഴുതി, അങ്ങനെ വിചാരിക്കരുത്. ഒരു സാമ്പിളാണ്. നമുക്ക് അയക്കേണ്ട ജോലി, സ്ഥാപനം, സ്ഥലം എന്നുള്ള ആ പരിഗണന വെച്ചിട്ട് ഫോർമാറ്റിലും ഇതിനകത്തൊക്കെ മാറ്റം വരും. പക്ഷെ കണ്ടൻറ്റ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി പുതിയ അപ്ഡേഷൻസ് വരുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ പറയുന്ന കണ്ടൻറ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ജേർണിയിൽ പുതിയ അപ്ഡേഷൻസ് നമ്മളുടെ റെസ്യൂമേയിൽ അപ്ഡേറ്റ് ചെയ്ത്, ഓരോ വർഷവും നമ്മുടെ റെസ്യൂമേ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അത് ഇപ്പം നമുക്കിപ്പം ജോലി ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റെസ്യൂമേ വർഷം അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോഴോ 3 മാസം കൂടുമ്പോഴോ അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, മാസം അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് എന്നാണ് ഞാൻ പറയുക. കാരണം അന്നേരം നമുക്ക് നോക്കുമ്പോൾ അറിയാം നമുക്ക് ഇനി എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്. നമുക്ക് പുതിയ എന്തെങ്കിലും സ്കില്ലുകൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതൊക്കെ നമ്മൾ ആഡ് ചെയ്യണം. ഇപ്പോൾ ഓക്കെ, ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ട് പറയാം. ഇപ്പോൾ സ്കിൽസിനകത്ത്, ഇപ്പോൾ ടെക്നിക്കൽ സ്കിൽസിനകത്ത് നമ്മൾ ഇവിടെ എന്തൊക്കെ സോഫ്റ്റ്വെയർസ് യൂസ്, അതായത് ഈ എക്സ്പീരിയൻസിൽ വർക്ക് എക്സ്പീരിയൻസിൽ എന്തൊക്കെ സോഫ്റ്റ്വെയർ ആണോ യൂസ് ചെയ്തിട്ടുള്ളത് അതിനെപ്പറ്റി ടെക്നിക്കൽ സ്കിൽസിൽ കൊടുക്കുക. പിന്നെ കസ്റ്റമർ സർവീസ് എക്സലൻറ്റ്, നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, ഇവിടെ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂസ് സോൾവ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ കംപ്ലയിൻസ് നമ്മൾ നന്നായിട്ട് കേൾക്കണം. ഇപ്പോൾ ലിസണിങ് സ്കില്ല്, അവരിൽ നിന്ന് ലേണിംഗ് സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അപ്പോൾ ആ സ്കില്ലുകളൊക്കെയാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, അതൊക്കെ, പിന്നെ പ്രോബ്ലം സോൾവിങ്, ഓക്കെ അതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുമായിട്ട് മാച്ചായി. ഇത് നമ്മുടെ ജോലിയായിട്ട് ഒരു മാച്ചും ഇല്ലാത്ത സ്കില്ലുകൾ എഴുതി കൊടുക്കും. ആ സ്കില്ലുകൾ നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ എന്ന് നമുക്ക് പോലും അറിയത്തില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും റെസ്യൂമേ തയ്യാറാക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ നമുക്കുള്ളത് മാത്രം എഴുതിയാൽ മതി. ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ മാത്രമേ കാണത്തുള്ളൂ, പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേറെ ആരെങ്കിലും ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രോബ്ലം സോൾവിങ് ഒഴിവാക്കുക. കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണെങ്കിൽ എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലത് കൊടുക്കുക, നമുക്കുള്ളത് നന്നായിട്ട് എഴുതുക, അത്രയേ ഉള്ളൂ. പിന്നെ ലാംഗ്വേജസ് ആണ്. അവിടെ ലാംഗ്വേജസ് മലയാളം നമ്മുടെ മാതൃഭാഷ ആയതുകൊണ്ട് നേറ്റീവ് എന്ന് കൊടുക്കാം. നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാമെങ്കിൽ എക്സലൻറ്റ് വർക്കിംഗ് പ്രൊഫഷൻസി എന്ന് കൊടുക്കാം. നമുക്ക് അത്യാവശ്യമേ അറിയത്തുള്ളൂ, അത്യാവശ്യം തട്ടിമുട്ടിയൊക്കെ പറയാമെങ്കിൽ ലിമിറ്റഡ് വർക്കിംഗ് പ്രൊഫഷൻസി എന്നൊക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, ഇതാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഇടയ്ക്ക് ഞാനെന്തോ വിട്ടുപോയായിരുന്നു. ഓക്കെ, അപ്പോൾ ഓക്കെ, ഫ്രഷേഴ്സിൻ്റെ കാര്യമാണ് ഇതിപ്പോൾ. ഒരു എക്സ്പീരിയൻസ് എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്തവർക്ക് അവിടെ ഒരു ഫോമാറ്റാണ് ഞാനിത് കാണിച്ചത്. അപ്പോൾ ഈ ഫ്രഷേഴ്സായിട്ട് ഇതുവരെയും ജോലി കിട്ടാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ, ഇവിടെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ സ്ഥാനത്ത് നമുക്കൊന്നുമില്ലല്ലോ എന്നല്ലേ നമ്മുടെ പ്രശ്നം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഫ്രീലാൻസ് വർക്കുകൾ ചെയ്യുക. നമ്മളെങ്ങും ജോലി കിട്ടിയില്ല മീൻസ് ആദ്യമായിട്ട് നമുക്ക് എവിടെയെങ്കിലും ജോലിക്ക് പോകണം. ഓക്കെ, അപ്പം നമുക്ക് ഒരു ഫ്രീലാൻസിങ് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ പ്രോജക്റ്റുകളൊന്നും ചെയ്തിട്ടില്ല, സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ ഒക്കെ ചെയ്ത പ്രോജക്റ്റുകളൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്ക് ആ പ്രോജക്റ്റല്ല നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അത്തരം പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രത്യേക ലക്ഷ്യം ഉണ്ടായിരിക്കണം ആ പ്രോജക്റ്റിന്. ഓക്കെ, അപ്പോൾ അത്തരം
കാര്യങ്ങളൊക്കെ അത് വെച്ചിട്ടാണ് നമ്മൾ പ്രൊജക്റ്റൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. അതിന് ചെയ്യേണ്ടത് ഇപ്പം നമ്മളങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, സർട്ടിഫിക്കറ്റും ഇല്ല, പ്രൊജക്റ്റ് ചെയ്തിട്ടില്ല, വർക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചാൽ, വർക്ക് എക്സ്പീരിയൻസിന് നമുക്കിപ്പം ഫ്രീലാൻസ് ഓപ്പർച്യൂണിറ്റി ഒക്കെ ഇഷ്ടം പോലുള്ള സമയമാണ്. അപ്പം നമ്മൾ ഏത് മേഖലയിലാണോ നമ്മൾ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അവിടെ ഏതെങ്കിലുമൊക്കെ കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്നത് ഫ്രീലാൻസായിട്ട് ഈ നമ്മളെന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലി, ആ ജോലി ഫ്രീലാൻസായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉപയോഗിക്കാൻ പറ്റുന്ന ഇപ്പം മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടോ സെയിൽസിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ അടുക്ക തന്നെ എന്തെങ്കിലും ഇപ്പോൾ കുടുംബശ്രീയുടെ എന്തെങ്കിലുമൊക്കെ അവരുടെ സർവീസുകളോ പ്രോഡക്റ്റുകളോ മാനുഫാക്ചറിങ്ങോ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വെച്ചിട്ട് അവരുടെ ആ വർക്കിനെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നിരീക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് നമ്മളത് വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തായി, എക്സ്പീരിയൻസ് ആയി. ആ എക്സ്പീരിയൻസ് ഫ്രീലാൻസ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ നമുക്കിതിൽ കൊടുക്കാം. ഓക്കെ, പിന്നെ പ്രൊജക്റ്റ് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമാകാം. ഇപ്പം മീൻ വളർത്തൽ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നു, അതൊരു പ്രൊജക്റ്റായിട്ട് നമ്മൾ എടുക്കുക. എന്നിട്ട് അവിടേക്ക് നമുക്ക് എന്തൊക്കെ, ഞാൻ എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാമെന്നുള്ളതാണ് അവിടെ മെയിനായിട്ട് നോക്കേണ്ട കാര്യം. മീൻസ് നമുക്ക് എന്തെങ്കിലും അവിടെ ചെയ്യാൻ പറ്റുമോ, അതൊക്കെ നമ്മൾ പ്രൊജക്റ്റ് ഉണ്ടാക്കണം. അതാണ് മെയിൻ. ഓക്കെ, വരുന്ന വീഡിയോകളിലൊക്കെ നമുക്കതൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇനി ആർക്കെങ്കിലും അങ്ങനെയൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നും പറഞ്ഞിരിക്കുന്നവരും എനിക്ക് പ്രൊജക്റ്റ് ഇല്ല എന്നും പറഞ്ഞൊക്കെ ഇരിക്കുന്നവരും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. നമുക്കതിനനുസരിച്ച് പ്രൊജക്റ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊജക്റ്റിൻ്റെ ഭാഗമാകുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെയുള്ള വർക്ക് എക്സ്പീരിയൻസ്, ഫ്രീലാൻസിങ് വർക്ക് എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ളതും പ്രധാനമാണ്. അതൊക്കെ എങ്ങനെ ചെയ്യാമെന്നൊക്കെ ഉള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സാമ്പിൾ ഫോമാറ്റ്. നിർത്തുന്നു, ഒത്തിരി പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റെസ്യൂമേസ് അയച്ചു തരിക. അതിനകത്തുള്ള കുഴപ്പങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം, എന്നിട്ടിത് നല്ല രീതിയിൽ ചെയ്തെടുക്കാം. ഓക്കെ.